Placeholder at 1, 2, 3. ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഫോംസ് ആണ്. നമ്മൾ ഫോംസിലേക്ക് കിടക്കാം. ഇത് ഗൂഗിൾ ഫോംസ് പോലെ തന്നെ ഒരു ഫോമാണ്. HTML ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ നിയമം ആക്ഷനാണ്. ആക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? ആക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോം സബ്മിറ്റ് ചെയ്താൽ എങ്ങോട്ട് പോകണം, ഈ ഡാറ്റയൊക്കെ എങ്ങോട്ട് പോകണം, അതാണ് ആക്ഷൻ. ഇവിടെ PHP ഫയലിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. പിന്നെ മെത്തേഡ്, 2 മെത്തേഡാണ് സാധാരണ കാണാറുള്ളത്, ഗെറ്റും പോസ്റ്റും. ഇത് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗെറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിവിടെ ഇൻപുട്ട് ഫീൽഡ് ചെയ്യാം. ഇൻപുട്ടാണ് നമുക്ക് വേണ്ടത്, അപ്പോൾ ഇൻപുട്ടാണ് നമ്മൾ അടിക്കുന്നത്. പിന്നെ ടൈപ്പ് വെച്ചാൽ ഏത് ടൈപ്പാണ്, ടെക്സ്റ്റ് വേണോ നമ്പർ വേണോ? ഞാൻ ടെക്സ്റ്റാണ് ആദ്യം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. എന്നിട്ടത് കംപ്ലീറ്റ് ചെയ്യാണ്. അത് റൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് മാക്സ് ലെങ്ത് ആണ്. അതായത് എത്ര ലെങ്ത്ത് വേണം ഇതിന് എന്ന് വെച്ചാൽ 4 വരിയെ പാടില്ലെങ്കിൽ 4 ക്യാരക്ടർ പാടില്ലെങ്കിൽ 4 ക്യാരക്ടർ അടിച്ചു കൊടുക്കുക. ഇവിടെ എത്ര നമ്പറാണ് വേണ്ടത് അത്രയും നമ്പർ അടിച്ചു കൊടുക്കുക. എനിക്കിപ്പോൾ 4 നമ്പറാണ് വേണ്ടത്, 4 ക്യാരക്ടറാണ് വേണ്ടത്. 4 എന്ന് അടിച്ചു കൊടുത്തു. ടെസ്റ്റ് വിത്ത് ക്രോം അടിക്കുക. ഇവിടെ 4 അടിച്ച് കുറേ അടിച്ച് നോക്കുക. ഇപ്പോൾ ഇതിൽ കുറേ പൂവുണ്ട്, പക്ഷേ ബാക്ക് അടിച്ച് നോക്കിയാൽ ഫസ്റ്റത്തെ 4 മാത്രമേ വരുള്ളൂ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അടുത്തതായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് റീഡ് ഓൺലി, അതായത് വായിക്കാൻ മാത്രമേ ഇതിന് പറ്റുള്ളൂ, ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് റീഡ് ഓൺലി. ഇപ്പോൾ റീഡ് ഓൺലി കണ്ടോ? ഇപ്പോൾ എനിക്കൊന്നും ഞെക്കാൻ പോലും പറ്റുന്നില്ല. മറ്റേ ഞെക്കാൻ പറ്റിയായിരുന്നു, ഇപ്പോൾ ഞെക്കാൻ പറ്റുന്നില്ല. അതാണ് റീഡ് ഓൺലി. ഇനി അടുത്ത ഡിസബിൾഡ്. അത് നിങ്ങൾ പല സ്ഥലത്തും കണ്ടു കാണും. നിങ്ങളിപ്പോൾ അതിന് പൈസയൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനുള്ളൊരു അവകാശമില്ല. അപ്പോൾ അത് ഡിസബിൾ ചെയ്ത് വയ്ക്കുക ബട്ടൺ. ഇപ്പോൾ കണ്ടോ, അവിടെ ഞെക്കാനേ പറ്റുന്നില്ല. നേരത്തെ സെലക്ട് ആയിരുന്നു, കോപ്പി ചെയ്യാനും പറ്റിയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നില്ല. ഞാൻ അടുത്ത പഠിക്കാൻ പോകുന്ന പ്ലേസ് ഹോൾഡർ. അതായത് അവിടെ അതിൻ്റെ മേളിൽ എന്തൊക്കെ കാണിക്കണം, നമ്മൾ വേറെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്താൽ അത് പോകും. ഇപ്പോൾ കാണിച്ചു തരാം. പ്ലേസ് ഹോൾഡർ ഇവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്യുക. ടെസ്റ്റ് വിത്ത് ക്രോം അടിക്കുകയാണ്. കണ്ടോ ഇവിടെ ഹലോ കണ്ടോ കാണാൻ പറ്റും, ഒരു ഗ്രേ കളറിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഞെക്കിയിട്ട് വേറെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി അത് മാഞ്ഞു പോകും. അതാണ് പ്ലേസ് ഹോൾഡർ. അതേപോലെ തന്നെ വാല്യൂ എന്ന് വെച്ചാൽ അത് മാഞ്ഞു പോവില്ല. പ്ലേസ് ഹോൾഡർ പോലെ തന്നെ അവിടെ എഴുതി കാണിക്കും, പക്ഷേ മാഞ്ഞു പോവില്ല, കറുത്ത കളറിൽ എഴുതി കാണിക്കും. അതാണ് വാല്യൂ. ഇത് PHP കൊണ്ടാണ് വാലിഡേറ്റ് ചെയ്യുക. ഈ ഫയൽ ജാവാസ്ക്രിപ്റ്റ് കൊണ്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് ഞാൻ അടുത്ത വീഡിയോയിലാണ് ചെയ്യുക. ഈ വീഡിയോയിൽ ഫയൽ കാണിച്ചു തരുന്നതാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ളത് ഇൻപുട്ട് ഫീൽഡ് മാറ്റി നോക്കാം. ടെക്സ്റ്റ് മാറ്റിയിട്ട് നമ്മളിവിടെ അടുത്ത നമ്പർ കൊടുക്കാൻ പോവുകയാണ്. എനിക്ക് നമ്പർ മാത്രം അടിക്കാനുള്ള ഓപ്ഷൻ മതി. സോ ഇതിവിടെ നമ്പർ ടൈപ്പ് പോയി, നമ്പർ. ഇവിടെ കണ്ട നമ്പർ, സോറി ഇത് ക്രോം ചെയ്തില്ല, കാരണം നമ്പർ കീപാഡ് മാത്രം വന്നിട്ടുണ്ട്. ഇവിടെ നമ്പർ മാത്രം അടിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്പറിൻ്റെ പ്രത്യേകത. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്വേഡ്. അതായത് കറുത്ത കുത്തായിട്ട് മാറും, നമ്മൾ അടിക്കുന്നതൊക്കെ കറുത്ത കുത്തായിട്ട് മാറും. ഇതാണ് പാസ്വേഡ്. അടിച്ച് കാണിച്ചു തരാം. എൻ്റെ പേരടിക്കുകയാണ്. കണ്ട അതിൻ്റെ പേര് വാങ്ങിപ്പോയി. നിങ്ങൾക്ക് കാണാൻ പറ്റിയ പേര് ഇല്ല. കുറേ ബുദ്ധിമുട്ടിയിട്ടൊക്കെ വായിച്ച് നോക്കാൻ പറ്റും, പക്ഷെ നമ്മൾ അടുത്തിരിക്കുന്നവർക്കൊന്നും വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറേ വർഷം കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഇമെയിൽ. അതായത് @gmail.com അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് വാലിഡേറ്റ് ആവില്ല, അത് തെറ്റാന്ന് കാണിക്കും. ഞാൻ വെറുതെ ചെയ്യാണ്. ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല, കാരണം സബ്മിറ്റ് ബട്ടൺ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇപ്പോൾ @gmail.com അടിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാവും. ഇമെയിൽ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഡേറ്റ് മാസം തീയതി അതൊക്കെ ചോദിക്കാനാണ് ഡേറ്റ് ഉപയോഗിക്കുക. ഞെക്കുകയാണെങ്കിൽ ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഇതാണ് ഡേറ്റ്. നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റൊക്കെ സെലക്ട് ചെയ്ത് യൂസർ എങ്ങനെ സെലക്ട് ചെയ്യും, ബർത്ത്ഡേ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ കൊടുക്കുക. അടുത്തതായിട്ട് മാസം, മന്ത്, അത് മാസവും വർഷവും കാണിക്കും. സോറി ക്രോമിൽ പോയില്ല നമ്മൾ. കണ്ട മാസം ഏതാണെന്നും വർഷം ഏതാണെന്നും കാണിക്കുന്നുണ്ട്. ഇതാണ് മന്ത്. ഇനി അടുത്തത് വീക്ക്, ആഴ്ച. ദിവസം ഏതാണെന്നും മാസം ഏതാണെന്നും ചോദിക്കും. സോറി ദിവസം ഏതാണെന്നും അതൊക്കെ ചോദിക്കും അവർ. കാണിച്ചു തരാം. ദിവസം ഏതാണെന്ന് വർഷം ഏതാണെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതാണ് ആഴ്ച, വീക്ക്. ഇനി അടുത്ത പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായ
ഒരു ഫയൽ എനിക്ക് അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ പലയിടത്തും കണ്ടുണ്ടാവും ഈ ഓൺലൈനായിട്ട് ഇമേജ് ഒക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഫയൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരും. ചൂസ് എ ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. അവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. കണ്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കണം. എവിടെ നിന്നാണ് എടുക്കേണ്ടത്? ക്യാമറ വേണോ, ക്യാം കോഡർ വേണോ, ഫയൽസ് വേണോ? ഇതൊക്കെ ഞെക്കിയാൽ നിങ്ങൾക്ക് ഫയൽസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതിന് ഇവിടെ ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ചൂസ് ഫയൽ, നോ ഫയൽ ചൂസ് എന്നാണല്ലോ അടിക്കുന്നത്. ഇത് കളറൊക്കെ മാറ്റാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുകയാണ്. റെഡാക്കാണ്. ഇത് സ്റ്റൈൽസിൽ പെട്ടതായതുകൊണ്ട് സ്റ്റൈൽ കൊടുക്കണമായിരുന്നു. ഇത് സ്റ്റൈലിൽ നിന്ന് കൊടുക്കുകയാണ്. കണ്ട ഇവിടെ കണ്ട ഡിസൈൻ ആയില്ലേ? ഇവിടെ നോ ഫയൽ ചൂസ് റെഡ് കളറായി. ഇതിൻ്റെ കളർ മാറ്റി വെക്കാം. ടൈപ്പിങ്ങിൻ്റെ കളർ ഒരു ബ്ലൂ ആക്കാം. കണ്ട ടെക്സ്റ്റിന് നീല കളറായി. ഇങ്ങനെയൊക്കെ ഇതിന് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതാണിപ്പോൾ ഫയൽ. അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് റീസെറ്റ് ബട്ടൺ. ഇപ്പം ഞാൻ അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് പഴയ പോലെ ടെക്സ്റ്റ് ആക്കുകയാണ്. ടെക്സ്റ്റ് ഇവിടെ ഒന്നുമില്ല. നമ്മൾ അടുത്തതായിട്ട് വേറൊരു ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ടെക്സ്റ്റ് ഫീൽഡ് ആവശ്യമാണ്. അതാണ് ഞാനത് മാറ്റാത്തത്. ഇവിടെ റീസെറ്റ് ആക്കുകയാണ്. നമുക്കിത് ക്ലോസ് ചെയ്യാം. നമുക്കിതിൻ്റെ ഗുണം എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ എന്താ ടെക്സ്റ്റ് ബോക്സിൻ്റെ കൂടെ ഒരു റീസെറ്റ് ബട്ടണും കൂടി വന്നിട്ടുണ്ട്. ഇവിടെ ഹലോ എന്ന് അടിച്ചു നോക്കാം. ഹലോ ഉണ്ട് അവിടെ വന്നിട്ടുണ്ട്. നമുക്കിത് കളയണം. ഇതേപോലെ കുറേ ഉണ്ടാവും കേട്ടോ. ഇപ്പം ഞാൻ ഒരെണ്ണം മാത്രം എക്സാമ്പിൾ കാണിച്ചു തരുന്നുള്ളൂ. കുറേ ടൈപ്പ് ചെയ്തിട്ട് അയ്യോ എനിക്കിതൊന്നും വേണ്ടായിരുന്നു, ഇത് കളയാൻ കുറേ ബുദ്ധിമുട്ടുണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും? അതിനാണ് റീസെറ്റ് ബട്ടൺ. ഈ റീസെറ്റ് ബട്ടൺ അമർത്തിയാൽ എല്ലാം പഴയ പോലെ ആവും. അതാണ് റീസെറ്റ് ബട്ടണിൻ്റെ ഗുണം. ഞാൻ അടുത്തത് സെലക്ട് ആണ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. സെലക്ട് ചെയ്യുക. കുറേ ഓപ്ഷൻ തരും. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്യുക. സെലക്ട്. ഈ ഫയൽസിൻ്റെ അവിടെ മൾട്ടിപ്പിൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് കുറേ ഫയൽസ് ചൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു ഫയലേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സെലക്റ്റിൻ്റെ അവിടെ ഞാൻ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. എന്താണ് ഓപ്ഷൻസ് ആണല്ലോ സെലക്ട് ചെയ്യേണ്ടത്. ഒരു ഓപ്ഷൻ കൊടുക്കണമല്ലോ. ഇപ്പോൾ ഇവിടെ ഓടി. അടുത്തത് വെൻസ്. ഈ രണ്ട് ഓപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ വാല്യൂ കൊടുത്താലേ ഈ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അത് സെൻഡ് ആവത്തുള്ളൂ. വാല്യൂ ഞാൻ നേരത്തെ കൊടുക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായി. ഇപ്പോൾ കണ്ട ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഓടി. ഇത് ഞെക്കുമ്പോൾ ഓടി ബെൻസ് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇത് ഇഷ്ടമുള്ള ഞെക്കാം. എനിക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ഞെക്കണമെങ്കിൽ ഈ സെലക്റ്റിൻ്റെ അവിടെ മൾട്ടിപ്പിൾ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഞെക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഞാൻ നേരത്തെ ടെക്സ്റ്റ് ഫയൽ ഫോർമാറ്റ് ചെയ്തില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. നേരത്തെ ഒരെണ്ണം മാത്രം എടുക്കാൻ പറ്റിയൊന്നുള്ളൂ. ഇപ്പോൾ ഇഷ്ടമുള്ളത്ര എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.